ആരും വന്നില്ലെന്ന്. വയ്യാട പിള്ളേർ ഇവിടെ എത്തിയപ്പോൾ തണുത്ത് വിറയ്ക്കുന്നടാ. ഒരു രക്ഷയില്ല. ജിമ്മി ബ്രോ കഴിച്ചോ? സുഭാഷേട്ടാ തൊപ്പിക്കാരി ഇങ്ങ് തിരിച്ചെത്തിയേട്ടാ. അയ്യോ, എത്തിയേട്ടാ. ഇന്നെത്തി ഉത്തരാഖണ്ഡ് തിരിച്ചെത്തി. ഇതെന്ത് ഇവന്മാര് കരഞ്ഞു കാണിക്കുന്നേ? ആർവി ചിരിക്കുന്നു, സുഭാഷണ്ണ കരയുന്നു, ആർവി എന്ന് പറഞ്ഞ് കണ്ണം കരയുന്നു, ഹായ് ആർവി എന്ന് പറഞ്ഞു എത്തിയണ്ണ. എത്തി ഒരാഴ്ച കഴുകാലും തീരാത്ത തുണിയോളം ഇവിടെ കിടക്കുന്നു. ഞാനിനി എന്തോ ചെയ്യും എനിക്കറിയത്തില്ലേ. അയ്യോ, രാവിലെ നാളെ പിള്ളേരെ സ്കൂളിൽ വിടണം. പേട്ടൻ രാവിലെ പോകണം. ഇവിടെ എല്ലാം നിരന്നടിച്ച് കിടപ്പുണ്ട്. ഇനി 2-3 ദിവസമാണ് ഇതൊക്കെ ഒന്ന് സെറ്റായി വരാൻ. ഇവിടെ ഭയങ്കര തണുപ്പ് കുറഞ്ഞ് രാവിലെ രാത്രി മാത്രമേ തണുപ്പുള്ളൂ. പകൽ വലിയ തണുപ്പില്ല. ഇവിടെ ഉണ്ട് ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ അങ്ങനെ മാറത്തില്ല ബ്രോ. ഇവിടെ മാറണമെങ്കിൽ എന്നാണെന്നറിയാവോ? നമ്മുടെ ഇത് കഴിയണം, ഹോളി കഴിഞ്ഞാൽ ഇവിടെ മാറും, അല്ലെങ്കിൽ മാറില്ല. വർഗീസ് അച്ചായ ഞാനിങ്ങ് എത്തി. ഇനി എന്നും 2 നേരം ലൈവ് കാണുമല്ലോ. നാളെ ജോലിയുണ്ട്. ജോലി കഴിഞ്ഞിട്ട് വരാം. 2 നേരം ലൈവ് കാണും ഇനിയിപ്പോൾ. എനിക്ക് ജോലി കുറേ കിടക്കുന്നിനി. കണ്ണനെ വിളിക്കുന്നു, സുഭാഷ് ഏട്ടനെ, വർഗീസ് എന്നാന്ന് പറയുന്നു. അയ്യോ, ഇവനെന്താ കരയുന്നേ? വർഗീസ് ബ്രോ എന്ന് വിളിക്കുന്ന സുഭാഷണ്ണ അതാണ് ഉണ്ടാ പേര്. എന്നാ നീ വരണ്ടാടാ. നീ കാലമാടം ബ്രോ ഹായ്. നീ പോയി മുള്ളിയിട്ട് കിടപ്പ് കണ്ണിലൂടെ ദേ പോകുന്നു. കാലമാടം ബ്രോയേ. അയ്യോ, ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കത്തുള്ളൂ കേട്ടോ. വയ്യ എനിക്ക്. ഒന്നാമത് അത്രയും ദൂരം ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ ജോലി. അത് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്തായിരുന്നു. ഒരു ചെറുക്കൻ്റെ ഹോംവർക്ക് മൊത്തം ഞാനാ ചെയ്ത് കൊടുത്ത്. നാളെ സ്കൂളിൽ പോകാനുള്ളത്. അമ്മു പിന്നെ എല്ലാം എഴുതി. അത് കഴിഞ്ഞ് ചോറും എല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഭയങ്കര ക്ഷീണം. 3 ദിവസത്തെ യാത്ര. കാലമാടം ബ്രോ എന്നാ ഉണ്ട്, സുഖമാണോ? ഉത്തരാഖണ്ഡ് തൊപ്പി ലൈവില് തിരിച്ചെത്തിയിരിക്കുകയാണ്. വൈകിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു 10-11 ലൈക്കെങ്കിലും ആരെങ്കിലും ഒക്കെ കുറേ ദിവസമായി ഞാൻ നല്ലതായിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട്. ഇനിയിപ്പോൾ എല്ലാവരുടെയും ലൈവിൽ പോവാം. എല്ലാവരും എന്നെ മറന്നു കാണുമായിരിക്കും. ഇങ്ങനൊരു സാധനം ഇവിടെയൊക്കെ ഉള്ളതേ. കിടക്കാൻ കണക്കെ ഞാൻ സിറ്റിയിൽ നിന്ന് ബിരിയാണി കഴിച്ചു. ഇപ്പം 3 ആഴ്ചയുടെ ബിരിയാണി കഴിക്കും. സൈറ്റിൽ പോയി 3 ആഴ്ചയായി. ആണോ? ഓഫീസ് വർക്കാണല്ലേ ഇപ്പം. കിണുച്ചി, നീ കരയുണ്ടാടാ അർബീസേ. നമുക്ക് കാണാം, നീ സമാധാനപ്പെടും. നമുക്ക് സെറ്റാക്കാം. എന്തായാലും അനില പറഞ്ഞ പോലെ അങ്ങനെ വന്ന് കണ്ടോണ്ട് അവളെ കാണാൻ പറ്റി. വീട്ടിൽ വന്ന് കാണാനായിരുന്നെ അവളെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ആ അവസ്ഥയായി പോയേനെ. കൂടെ കണ്ട നീ പോയി കിടന്നു. ഇത് പിള്ളേർക്ക് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു കാണിക്കുന്ന എന്ത്. സുഭാഷ് ചേട്ടൻ പോയോ? കാലമാടം ബ്രോ പോയോ? എന്നെ കാണാതെ പോയി. നിന്നെ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ വർക്കലേ വന്നതാ. നീ എന്തൊക്കെയായിരുന്നു എന്നോട് ഡയലോഗ് അടിച്ചേ? നീ പറഞ്ഞില്ലയോ ചേച്ചി ഇതിന്റെ എന്തോ തിരുവനന്തപുരത്തിന്റെ ബൗണ്ടറി ലൈൻ വന്നാൽ ഞാൻ കണ്ടിരിക്കുമെന്ന്. നീ അല്ലേ അതൊക്കെ പറഞ്ഞേ? ഞാൻ വന്നതായിരുന്നേ. ഞാൻ ചുമ്മാ കരയുക. ഞാനിപ്പോൾ തണുപ്പ് കാരണം പോകാറില്ല. ഇപ്പോൾ തണുപ്പ് കുറഞ്ഞുകൊണ്ട് ആണോ? ഇവിടെ മാറത്തില്ല ബ്രോ. ഇവിടെ നീ ഇത് ഹോളി കഴിയണം, എന്നാലേ മാറത്തില്ല. കണ്ണി ചോരയില്ലാത്തവനാ. ഇനി ആരെല്ലാം അയക്കാനുണ്ട്. ഇവിടെ ഹോളി കഴിയണത്. ഇവിടെ അത് തന്നെ, ഹോളി കഴിയാൻ തണുപ്പ് മാറില്ല. പക്ഷെ രാജസ്ഥാനിലൊക്കെ ഉണ്ടല്ലോ, രാജസ്ഥാനിലൊക്കെ നമ്മുടെ പിന്നെ ഇതാവുമ്പോൾ മാറും. എന്താണെന്നറിയോ? അയ്യോ